അങ്ങനെ ഇൻവെസ്റ്റർ സമ്മിറ്റിൽ വെച്ചിട്ടാണ് ചാണ്ടി ഉമ്മൻ MLA കണ്ടത്. വളരെ ഹാപ്പിയായി ഇങ്ങനെ എല്ലാം കണ്ട് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണ്ട് ഇവിടെ നടക്കുന്ന ഓരോ സെഷനും ഒക്കെ ഓടി നടന്ന് കണ്ട് മെല്ലെ പതുക്കെ പുറത്തോട്ട് പോവുകയാണ്. അതിനിടയ്ക്കാണ് നമ്മുടെ ഒരു സംസാരം. തീർച്ചയായിട്ടും വളരെ ഒരു വൈബ് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മൂന്നാമത്തെ ഇൻവെസ്റ്റർ മീറ്റിനാണല്ലോ കേരളം കാണുന്നത്. ജിമ്മ് എമർജിങ് കേരള ഇത് ഉറപ്പായിട്ടും രണ്ടും താങ്കളുടെ പിതാവിൻ്റെ കാലത്താണ്. അത് കുഴപ്പമില്ല. അതിപ്പം കുഴപ്പമില്ലെന്നോ? നടന്നതൊക്കെ നമ്മൾ പാസ്റ്റിലേക്ക് പോകുന്നില്ല. നമ്മളിന്ന് പ്രസന്റിൽ നല്ലൊരു ഇനിഷ്യേറ്റീവ് ഗവൺമെന്റിന്റെ മുന്നോട്ട് പോകണം. കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ കേരളം ഫസ്റ്റ് എന്ന പോളിസിയുമായിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ പിന്തുണ കൊടുക്കുന്നത്. അതൊരു വളരെ കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ചാണ്ടി ഉമ്മൻ എടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഉറച്ചു നിൽക്കണം അല്ലേ? ഇങ്ങനെ ഞങ്ങളുടെ നേതാവ് VD സതീശൻ വന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്, അതായിരിക്കും നിലപാട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ല. അപ്പോൾ ആരെങ്കിലും ഞാൻ ചെവിയിൽ ചോദിച്ചോട്ടെ, അപ്പം നമ്മുടെ നേതാവ് ശശി തരൂർ പറഞ്ഞതോ? അതെ, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പരിപാടിക്ക് ഫുൾ പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കുവാനുള്ള ഉത്തരവാദിത്വം കേരള സർക്കാരിനുണ്ട്. അത് നടപ്പിലാക്കണം. നമുക്ക് എങ്ങനെ തോന്നുന്നു ചാണ്ടി ഉമ്മന്? എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കേരളത്തിലെ ഇതിനകത്ത് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത്തിനപ്പുറം നാടിൻ്റെ വികസനം. അതിനകത്ത് സർക്കാരിന് വീഴ്ച വരരുത്, അത്രയേ ഉള്ളൂ. സർക്കാരിന് വീഴ്ച വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് വളരെ വിസിബിൾ ആയിട്ടൊരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു വിസിബിലിറ്റി വളരെ പൊട്ടൻഷ്യലായി തോന്നുന്നുണ്ടോ? ഇതിനു മുമ്പ് ആ ലീഡർഷിപ്പ് 2003 12 ഇപ്പം വീണ്ടും ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വരുമ്പോൾ അത് പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. അതിന് ജോയിന്റ് ആയിട്ടുള്ള എഫേർട്ടാണ് എല്ലാവരും ചേർന്ന്. കേരളം മൊത്തം രാഷ്ട്രീയമില്ലാതെ വന്ന്, കാരണം നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഇവിടെ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമുക്ക് വന്നിട്ടുള്ള ടോപ്പ് അച്ചീവർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു മികവായിട്ട് തന്നെ. ഞാനൊരു വിവാദത്തിന് പോകുന്നില്ല. അതിനകത്ത് അങ്ങനെ റാങ്കിങ് ഇല്ലാന്ന് മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനൊരു കണ്ടു. അപ്പോൾ അതിൻ്റെ വിവാദത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അല്ല, ടോപ്പ് അച്ചീവർ എന്ന് പറയുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ പൊസിഷനിങ് ആണ്. റാങ്കിങ് മാറ്റിയെന്നേ ഉള്ളൂ, ഗ്രേഡിംഗ് ഉണ്ട്. ആ ഗ്രേഡിങ്ങിലാണ് 9 പോയിന്റ്സിൽ നമ്മൾ ഏറ്റവും അധികം മാർക്ക് സെക്യൂർ ചെയ്തിട്ടുള്ള ടോപ്പ് അച്ചീവർ ആയത്. ടോപ്പ് അച്ചീവറാണ് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. അത് കേരളമാണ്. അതിൽ നമ്മൾ ഷെയറിംഗ് പോലും ഇല്ല. എൻറ്റയർ സ്റ്റേറ്റ്സിൽ നമ്മൾ മാത്രമാണ്. അത് നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ളൊരു കാര്യമല്ലേ? അതിൻ്റെ വിശദാംശം എനിക്കില്ല. എൻ്റെ കിട്ടട്ടെ, ഞാൻ നോക്കിയിട്ട് പ്രതികരിക്കും. സന്തോഷമുണ്ട് ചാണ്ടി ഉമ്മന് അത് പറഞ്ഞു തരാൻ പറ്റിയല്ലോ. നോക്കിയിട്ട് ഞാൻ പ്രതികരിക്കും. ഞാൻ താങ്കളുടെ മാത്രം ഇൻഫർമേഷൻ പോലെ എന്റേതായ ഇൻഫർമേഷൻ വേണം. അല്ല, ആ ഇൻഫർമേഷൻ ഗ്യാതറിംഗിൽ ഞാൻ എന്റെ കോൺട്രിബ്യൂഷൻ തന്നു എന്ന് വിചാരിച്ചു. പിന്നെ സുഖമായിരിക്കുന്നു. എല്ലാ വകയായിട്ടും മണ്ഡലത്തേക്ക് കൂടി വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം സഭയിൽ കേട്ടിരുന്നു, ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് 7 കോടി എല്ലാ മണ്ഡലങ്ങൾക്കും, 140 മണ്ഡലം പുതുപ്പള്ളിക്കുണ്ട്. ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആ കാര്യത്തിൽ. ഞാൻ ഈ വേദിയിൽ പറയുന്നില്ല. അല്ല, അത് ബഹിഷ്കരിച്ചതിന്റെ പ്രശ്നമാണ്. ബഹിഷ്കരിച്ചതിന്റെ പ്രശ്നം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മണ്ഡലത്തിൽ. അപ്പം മണ്ഡലത്തിൽ എന്തെങ്കിലും വികസനം നടക്കുമോ എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് അതിനു വേണ്ടിയാണ് പുതുപ്പള്ളി മാറുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അത് നമ്മൾ വരികയാണ്. പുതുപ്പള്ളി മാറും. ഓക്കെ, താങ്ക് യു ചാണ്ടി ഉമ്മൻ, താങ്ക് യു.